ഷാരോൺ വധക്കേസിലെ ശിക്ഷയിൽ ഗ്രീഷ്മയുടെ പ്രായം പരിഗണിക്കണമായിരുന്നു. വധശിക്ഷയ്ക്കെതിരായ നിയമവിദഗ്ധരുടെ വാദങ്ങളിൽ കഴമ്പുണ്ടോ? ഒടുവിൽ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ അല്ലെങ്കിൽ തൂക്കുകയർ എന്ന് തന്നെ പറയാം. ഷാനോസെ, അതായത് കോടതി പറഞ്ഞിരിക്കുന്ന കുറേ നിരീക്ഷണങ്ങളുണ്ട്. അതായത് ഒരു പൊതുസമൂഹത്തിന് നമ്മൾ വധശിക്ഷയെ വളരെ പേഴ്സണലായി വ്യക്തിപരമായി ഞാൻ അനുകൂലിക്കുന്നില്ല എങ്കിൽ പോലും ഈ പൊതുസമൂഹത്തിന് വളരെ സമ്മതമായ വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അവരുടെ എല്ലാം പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് കോടതി ഇന്ന് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് വൈകാരികമായ ഒരു വിധിന്യായമാണ് സത്യത്തിൽ കോടതി ഇന്ന് നടത്തിയിട്ടുള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന കൊടും ക്രൂരത. ഒപ്പം ഈ ഗ്രീഷ്മയുടെ ഈ ചെയ്തികളെ പറയുന്നത് ബ്രൂട്ടൽ ആൻഡ് ബ്രില്യൻ്റ് ക്രൈം എന്നാണ് കോടതി ഇതിനെ പറഞ്ഞു വെക്കുന്നത്. അതായത് ഒരു തവണയല്ല, ഈ ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു കൊലപാതകമോ അങ്ങനെ ഒന്നുമല്ല. വളരെ ആസൂത്രിതമായി ഏകദേശം 5 തവണ നടത്തിയെടുത്ത് അവസാനം അത് വിജയിപ്പിച്ച ഒരു ക്രൈം. ആ രീതിയിലാണ് ഇതിനെ കോടതി കണ്ടത്. അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയുടെ പ്രായം ഇക്കാര്യത്തിൽ പരിഗണിക്കാൻ പറ്റില്ല എന്ന് കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നതാണ് വിധിന്യായത്തിൽ കണ്ടത്. അതായത് കൃത്യമായ ആസൂത്രണത്തോടെ ലൈംഗികപരമായ സംഭാഷണത്തിലൂടെ ഷാരൂണിനെ വരുതിയിലാക്കി അടുത്ത ദിവസം വീട്ടിലേക്ക് വരാൻ, ലൈംഗിക ബന്ധത്തിന് വരാൻ ക്ഷണിച്ചു. ബൈക്കില്ല എന്ന് പറഞ്ഞ് ഷാരൂണിനെ മറ്റൊരു കൂട്ടുകാരൻ്റെ ബൈക്കിൽ വരൂ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുത്ത് കൊലപ്പെടുത്തുക എന്നുള്ള വളരെ ക്രൂരമായ കൃത്യം. അതിൽ കോടതി എടുത്തു പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് സ്നേഹത്തിൻ്റെ മറവിൽ നടത്തിയ കൊടും ക്രൂരത. അപ്പോൾ ആ യുവാവ് മരിച്ചത് നരകിച്ചാണ് മരിച്ചത് എന്ന് കോടതി എടുത്തു പറയുന്നു. ആന്തരിക അവയവങ്ങൾ ഉരുകി തീർന്നതിലൂടെ 11 ദിവസം ജലപാനമില്ലാതെ ഷാരോൺ കിടന്നു എന്നുള്ളത് കോടതി വ്യക്തമായി പറയുന്നു. അതായത് എന്താ പറയുക, കോടതി ഷാരോണിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് കൂടി ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അതായത് ഗ്രീഷ്മ വാദിച്ചത് തനിക്ക് 24 വയസ്സ് മാത്രമേ പ്രായമായുള്ളൂ, അതുകൊണ്ട് ശിക്ഷ കുറയ്ക്കണം. താൻ വിദ്യാഭ്യാസപരമായി നല്ല നിലയിൽ പഠിക്കുന്ന ഒരാളാണ്, പഠിക്കാൻ മിടുക്കിയാണ്, ബിരുദാനന്തര ബിരുദമുണ്ട്, അതുകൊണ്ട് ശിക്ഷ കുറയ്ക്കണം, തുടർ ജീവിതത്തിന് ഉള്ളൊരു സാഹചര്യം ഒരുക്കണം എന്നുള്ള രീതിയിലാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകൻ വാദിച്ചത്. എഴുതി നൽകുകയും ചെയ്തു. ഒപ്പം ഗ്രീഷ്മയെ പിന്നീട് വിളിച്ചു വരുത്തി ജഡ്ജി ചോദിക്കുകയും ചെയ്തപ്പോഴെല്ലാം ഗ്രീഷ്മ പറഞ്ഞ ഇക്കാര്യമാണ്. അപ്പോൾ കോടതി വിധിന്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഗ്രീഷ്മയ്ക്ക് സ്വപ്നങ്ങളുണ്ടെങ്കിൽ അതുപോലെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഷാരോണാണ് നരകിച്ച് 11 ദിവസം നരകിച്ചു മരിച്ചത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഗ്രീഷ്മയോട് ഷാരോണിനുണ്ടായിരുന്ന സ്നേഹം, അത് മരണക്കിടക്കയിൽ പോലും ഗ്രീഷ്മയുടെ പേര്, ഗ്രീഷ്മയെ കുറ്റക്കാരിയാക്കുന്ന രീതിയിലൊരു സംഭാഷണം ഷാരോണിൻ്റെ ഭാഗത്ത് നിന്ന് മൊഴിയിൽ വന്നിട്ടില്ല. പക്ഷേ ഗ്രീഷ്മ കൊടുത്ത കഷായം കുടിച്ചിരുന്നു എന്ന് മാത്രം ഷാരോൺ മൊഴി നൽകുകയായിരുന്നു. അങ്ങനെ ആ രീതിയിൽ തീർത്തും വൈകാരിക തലത്തിലുള്ള ഒരു വിധിന്യായമാണ് കോടതി പറഞ്ഞത്. ആ ഒരു വൈകാരിക തലത്തിൽ തന്നെയാണ് പൊതുസമൂഹവും ഈ ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളെ നോക്കിക്കണ്ടത്. നോക്കൂ ഷാനോസെ, അതിൻ്റെ ഒരു തുടക്കം, അതായത് നമ്മളെല്ലാവരും ഞാൻ മറ്റൊരു ചാനലിലായിരുന്നു. അപ്പോൾ വാർത്ത ശ്രദ്ധിക്കുമ്പോൾ ആദ്യം വരുന്നത് ഇങ്ങനെ വിഷം കഴിച്ചു ഷാരോൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരിച്ചതിൽ ദുരൂഹതയുണ്ട് എന്നുള്ള ഒരു ആരോപണം മാത്രമാണ് ആദ്യം പുറത്തു വരുന്നത്. പിന്നീട് പതുക്കെ ഈ സാധനം ചുരുളഴിഞ്ഞു വരുമ്പോൾ നമ്മൾ ഞെട്ടുന്ന, കേരളം ഒരുപക്ഷെ ഞെട്ടുന്ന സംഭവ വികാസങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് മറ്റൊരു ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടി തന്നെ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്ന ഒരു യുവാവിനെ സ്നേഹത്തിൻ്റെ പേരിൽ ചതിച്ച ഒരു യുവതിയുടെ കഥ അവിടെ വെളിവാവുകയായിരുന്നു. അതുതന്നെയാണ് കോടതി ഇന്ന് വൈകാരികമായ വിധിന്യായം എന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞത്. അതുകൊണ്ടാണ് വൈകാരികമായ വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പറഞ്ഞത്, നേരത്തെ പറഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കുകയാണ്, ബ്രൂട്ടൽ ആൻഡ് ബ്രില്യൻ്റ് ക്രൈം എന്നാണ് കേസിനെ കോടതി വിശേഷിപ്പിച്ചത്. അതായത് ആദ്യം ജ്യൂസ് ചലഞ്ച് നടത്തി, പിന്നീട് കഷായ ചലഞ്ച്, അങ്ങനെ ചലഞ്ചുകളിലൂടെ ഷാരോണിനെ ഒരു മരണത്തിലേക്ക് തള്ളിവിടുന്ന ക്രൂരയായ ഒരു കാമുകിയുടെ ചിത്രമാണ് ഗ്രീഷ്മയിലൂടെ കാണാൻ കഴിഞ്ഞത് എന്ന് കോടതി ആ വിധിന്യായത്തിൽ വ്യക്തമായി പറയുകയാണ്. ഷാനോസെ, ഈ വധശിക്ഷയെ വ്യക്തിപരമായി ഞാനും അനുകൂലിക്കുന്നില്ല. പക്ഷേ
പൊതുസമൂഹം ഉൾപ്പെടെ ഗ്രീഷ്മയുടെ വധശിക്ഷയെ വേണമായിരുന്നു. എനിക്ക് വന്ന നമ്മുടെ വാർത്തയുടെ ഭാഗമായിട്ട് ഇട്ട സ്റ്റാറ്റസുകളുടെ എല്ലാം പ്രതികരണം ഇതായിരുന്നു. ഞാൻ അതാണ് ശ്രദ്ധിച്ചത്. വേണമായിരുന്നു, അവൾക്കിത് വേണമായിരുന്നു എന്നുള്ള പ്രതികരണമാണ് പൊതുസമൂഹത്തിൽ നിന്ന് വരുന്നത്. കാരണം അതിക്രൂരമായ കൊലപാതകം എന്ന് നമുക്കറിയാം. ഈ സ്ത്രീകളുടെ സ്നേഹത്തെ പോലും അളക്കുന്ന രീതിയിലേക്ക് ഗ്രീഷ്മയുടെ ഈ ഒരു ചെയ്തികൾ പിന്നീട് ട്രോളാക്കപ്പെട്ടു. അപ്പോൾ നിരവധി പേർ പോസ്റ്റ് ഇട്ടു. ഒരു ഗ്രീഷ്മ ഇങ്ങനെ സ്നേഹത്തിൻ്റെ പേരിൽ ചതിച്ചെന്ന് ഉള്ളത് വെച്ചിട്ട് എല്ലാ ഭാര്യമാരും അല്ലെങ്കിൽ കാമുകിമാരും ചതിക്കുമോ എന്നുള്ള ഒരു പൊതു നറേറ്റീവൊക്കെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു. അപ്പോൾ ഇതെല്ലാം കോടതി പല രീതിയിലുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ചെകുത്താൻ്റെ സ്വഭാവം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഗ്രീഷ്മയുടെ രീതികളെ വാദിച്ചത്. അതായത് മരണക്കിടക്കയിൽ പോലും ഷാരൂൺ ഗ്രീഷ്മയെ അഗാധമായി പ്രണയിച്ചിരുന്നു എന്നാണ് വിധിയിൽ വ്യക്തമാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതിലേക്ക് തിരികെ വരാം ഷാനോസെ. അതായത് വ്യക്തിപരമായി വധശിക്ഷയെ അനുകൂലിക്കുന്നില്ല എങ്കിൽ പോലും ഇത്തരം ചില പ്രവൃത്തികളും ഇത്തരം ചില ചെയ്തികളുമൊക്കെ കാണുമ്പോൾ ഈ വധശിക്ഷ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ഒരു സെഷൻസ് കോടതി എം ബഷീർ എന്ന് പറയുന്ന ജഡ്ജി ഇത് രണ്ടാമത്തെ തവണയാണ് വധശിക്ഷ വിധിക്കുന്നത്. ഈ രണ്ടാമത്തെ തവണ വധശിക്ഷ വിധിക്കുന്നതിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഹൈക്കോടതിയിലേക്ക് എന്തായാലും അപ്പീൽ പോകും. സ്വാഭാവികമായിട്ടും ഈ വധശിക്ഷയിൽ ഒരു ചോദ്യം വരും. ഹൈക്കോടതിയുടെ ഒരു രീതി അനുസരിച്ച് വധശിക്ഷ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വധശിക്ഷ ഒരു ജീവപര്യന്തമായി കുറയും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നെ അതിനേക്കാളും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഈ ഗ്രീഷ്മയുടെ കൂസലില്ലായ്മയാണ്. അത് നമുക്ക് തുടരെ ചർച്ച ചെയ്യാം. എന്താണ് ഷാനോസിന് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്? മനുഷ്യ ആമുഖമായ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. അതായത് പൊതുബോധ നിർമ്മിതിക്ക് അടിസ്ഥാനപ്പെടുത്തി നിർണ്ണയിക്കേണ്ടതൊന്നല്ല കോടതി വ്യവഹാരം എന്നാണ് എൻ്റെ ഉറച്ച ബോധ്യം. പൊതുസമൂഹം അങ്ങനെ പലതും പറയും, പൊതുബോധ നിർമ്മിതികൾ പലതും ഉണ്ടാകും. അങ്ങനെ ആർത്തിരമ്പുന്ന തിരമാലകൾ പോലെ കടൽ പോലെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് വെച്ചിട്ട് ഒരു കോടതി വിധി പ്രസ്താവിക്കുക എന്ന് പറയുന്നത് ഒരു മോഡേൺ സൊസൈറ്റിക്ക്, ഒരു പരിഷ്കൃത സമൂഹത്തിന്, ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല എന്ന ഇതെൻ്റെ ബോധ്യമാണ്. ഞാൻ പറഞ്ഞത് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതിനപ്പുറത്തേക്ക്, എൻ്റെ ബോധ്യത്തിനപ്പുറത്തേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി അഭിഭാഷകരുമായി നിയമവിദഗ്ധരുമായി നമ്മൾ സംസാരിച്ചു. ഞാൻ വ്യക്തിപരമായി നിരവധി പേരോട് സംസാരിച്ചു. അപ്പം അവരിൽ നിന്നെല്ലാം കിട്ടിയ അഭിപ്രായം അത് നമ്മൾ അന്വേഷിക്കുമ്പോഴത്തേക്ക് അഭിഭാഷകർക്കും നിയമരംഗത്തെ വിദഗ്ധർക്കുമൊക്കെ ഈ വിധിയിൽ ഒറ്റ അഭിപ്രായമാണുള്ളത്. ഈ വിധി ശരിയായില്ല എന്നൊരു അഭിപ്രായത്തിലാണ് നിയമവിദഗ്ധരും അഭിഭാഷകരും ഒക്കെ, ഹൈക്കോടതി അഭിഭാഷകരൊക്കെ എത്തി നിൽക്കുന്നത്. അങ്ങനെയാണ്. അതിന് അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടെന്ന് ഹൈക്കോടതികളും സുപ്രീം കോടതി കൊടുക്കുന്ന മാർഗനിർദ്ദേശങ്ങളുണ്ട്. പല കാലങ്ങളിലായിട്ട് കൊടുത്ത എങ്ങനെയാണ് ഒരു കേസിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസാവുന്നത്, എങ്ങനെയാണ് അപൂർവങ്ങളിൽ അപൂർവമായാൽ പോലും വധശിക്ഷ കൊടുക്കാമോ, എങ്ങനെ വധശിക്ഷ കൊടുക്കാതിരിക്കാം എന്നൊക്കെയാണ് കൃത്യമായ മാർഗരേഖ സുപ്രീം കോടതി പലയാവർത്തി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഒരു മേൽക്കോടതിയുടെ വാക്കുകളെ, മേൽക്കോടതിയുടെ നിർദ്ദേശങ്ങളെ, മാർഗരേഖകളെ മറികടന്നുകൊണ്ടുള്ള വിധിയാണെന്നുള്ളതാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിയുടെ പ്രായം, പ്രതിയുടെ പശ്ചാത്തലം, അല്ല അത് ഇത് സ്വാഭാവികമായിട്ടും ഒരു ഡെസെൻഡൻസ് ആയതുകൊണ്ട് തന്നെ ഇത് ഹർജികൾ പോയില്ലെങ്കിൽ തന്നെ ഹൈക്കോടതിയുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വിധി നടപ്പാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ എത്തും. ആര് ഹർജി കൊടുത്തില്ലെങ്കിൽ അവിടെ എത്തും. പക്ഷെ ഞാൻ ഇവരോടൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, 100% ഇത് മേൽക്കോടതിയിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ പിടിച്ചു വെക്കുന്ന അല്ലെങ്കിൽ താഴേക്ക് ഇറക്കുന്ന തരത്തിലൊരു വിധിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നുള്ളതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം നമ്മളിതിനെ ആരും എക്സ്പെർട്ട് അല്ല. കാരണം നമ്മൾ നിയമരംഗത്ത്, കാരണം നമ്മൾ ജേർണലിസം പഠിക്കുന്നതിൻ്റെ ഭാഗമായി നിയമം പഠിച്ചു പോയിട്ടുണ്ടെന്നുള്ളൂ, അല്ലാതെ നമ്മളിതിനകത്ത് വിദഗ്ധരല്ല. പക്ഷേ വിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ളത് പരിപൂർണമായും അവരൊക്കെ ഈ വിധിയെ തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് വിധി വരുമ്പോൾ ഇപ്പം ആ അടുത്ത് നിൽക്കുന്ന പ്രോസിക്യൂഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഈ പറയുന്ന ഇരകളുടെ വീട്ടുകാരായിക്കോട്ടെ, അവർ സ്വാഭാവികമായിട്ടും വിധിയെ സ്വാഗതം ചെയ്യും. ഇപ്പോൾ വെറുതെ വിട്ട ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെതിരായിട്ട് അപ്പീൽ പോകുന്നടക്കമുള്ള കാര്യങ്ങൾ സാക്ഷിഭാഗം പരിഗണിക്കുന്നുമുണ്ട്. പക്ഷേ അപ്പോഴും ഈ ചെറിയ പ്രായമുള്ള അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഒരു അല്ലെങ്കിൽ തരത്തിൽ മാനസികാരോഗ്യം, വിദ്യാഭ്യാസം, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് അഡീഷണൽ സെഷൻസ് കോടതി
വിധിന്യായത്തിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചതെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് സ്വാഭാവികമായിട്ടും ഹർജികൾ മുകളിലേക്ക് പോകും. അവിടെ വെച്ച് ഇത് തടയപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതൊരു മരണശിക്ഷ വിധിക്കും വിധമുള്ള, തൂക്കുകയർ വിധിക്കും വിധമുള്ള ഒരു കുറ്റകൃത്യം, അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കുറ്റകൃത്യമായിട്ട് മേൽക്കോടതികൾക്ക് വിലയിരുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാരണം അങ്ങനെ നടക്കൂ. കാരണം അവർ പല കേസുകളെ സംബന്ധിച്ച്, അത് നേരത്തെ ഉണ്ടായ പല കേസുകൾ, സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ, സുപ്രീം കോടതിയുടെ മാർഗരേഖകളൊക്കെ നോക്കിയിട്ടാണ് നിയമവിദഗ്ധർ പറയുന്നത് ഒരു കാരണവശാലും ഇത് ഒരു ഡെത്ത് സെൻറ്റൻസിലേക്ക്, അതായത് വധശിക്ഷയിലേക്ക് പോകില്ല എന്ന് പറയുന്നത്. ജഡ്ജി എന്താണ് ഇവിടെ പരിഗണിച്ചെന്നുള്ളതാണ് അവർ ചോദിക്കുന്നൊരു ചോദ്യം. എന്താണ് ജഡ്ജി ഈ കേസിൽ പരിഗണിച്ചത്? അതായത് ഈ പറയുന്ന പ്രോസിക്യൂഷൻ്റെ അമിതമായ സമ്മർദ്ദം. ഈ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായി വരുന്ന കോടതിയിൽ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഒരു സംഗതിയാണ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത്. പ്രോസിക്യൂഷൻ കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് 100% കയ്യടി അർഹിക്കുന്ന വിധത്തിൽ ഈ പോലീസ് സംവിധാനവും SITയും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും അവർ കടമ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്, ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് ജഡ്ജിമെൻ്റ് ഇങ്ങനെ വന്നിട്ടുള്ളത്. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത് മാത്രം കേട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വിധി എഴുതുക എന്ന് പറയുന്നത് എത്രത്തോളം ശരിയായ നടപടിയാണെന്നുള്ളതാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനകത്തൊരു അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകം, എന്തിനാണ് ഈ വൈകാരിക പരിസരത്തെ കോടതി അതിൻ്റെ വിധിന്യായത്തിൽ ചൂണ്ടിക്കാണുന്നത്? കോടതി പരിശോധിക്കേണ്ടത് തെളിവുകളും സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും അടക്കമുള്ള കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. എന്തിനാണ് ഈ പ്രണയത്തിൻ്റെ വൈകാരിക പരിസരം കോടതി വിധിന്യായത്തിലും അത് ഊന്നി പറയുകയും ഒക്കെ ചെയ്തു? ഇത് തന്നെയാണ് നേരത്തെ കേസ് അന്വേഷിച്ച DYSP പറയുന്നത്, അല്ലെങ്കിൽ SITയുടെ ചുമതല ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്, ഗ്രീഷ്മയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർ പറയുന്നതൊക്കെ ഈ വൈകാരിക പരിസരത്തെ കൂട്ടിച്ചേർത്താണ്. എങ്ങനെയാണ് ഈ ഒരു ക്രൈം, ഒഫൻസീവായ ഒരു കാര്യത്തിനകത്ത്, അല്ലെങ്കിൽ വധശിക്ഷ വിധിക്കുന്ന ഒരു കേസിനകത്ത് ഇത്തരം ഇരയായ ഷാരോൺ മരണക്കിടക്കയിലും ഗ്രീഷ്മയെ അഗാധമായി സ്നേഹിച്ചിരുന്നു, അവിടെ വെച്ച് പോലും മരിക്കാറായി കിടക്കും പോലും വാവേ എന്നാണ് വിളിച്ചിരുന്നത്. ഇങ്ങനെയുള്ള പരാമർശങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കോടതി മുഖവിലക്കെടുക്കുന്നത്? അത് മുഖവിലക്കെടുത്തുകൊണ്ട് എങ്ങനെയാണ് ഈ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള ക്രൈമിൽ ഇടപെട്ടിട്ടില്ലാത്ത, ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഒരു വിദ്യാർത്ഥിനി ആയിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കാനാവുക എന്നൊരു പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഈ ചോദ്യം ഇത് ഇന്നുകൊണ്ട് അവസാനിക്കുന്നതല്ല, നാളുകളിൽ മേൽക്കോടതികളിൽ ഉന്നയിക്കപ്പെടുകയും ഈ വിധിന്യായം ചിലപ്പം തടയപ്പെടുകയും. ഇത് ഞാൻ മനസ്സിലാക്കുന്ന, നിയമവിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, 100% ഇത് ഈ തൂക്കുകയർ അല്ലെങ്കിൽ വധശിക്ഷ എന്ന് പറയുന്നത് മേൽക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ നടപ്പിലാക്കി കിട്ടുന്ന ഒന്നല്ല എന്ന് തന്നെയാണ് ഞാൻ അതിനെ നിയമവശം നോക്കിയപ്പോൾ സംസാരിച്ചപ്പോൾ മനസ്സിലായ. ഇതിൻ്റെ രാഷ്ട്രീയ വശത്തിലേക്ക് പിന്നീട് വരാം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നിയമവിദഗ്ധർ അടിവരയിട്ട് പറയുന്നു ഇത് നടപ്പാകുന്നൊരു വിധിയല്ല. കാരണം ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആ കാര്യം ഞാനും അംഗീകരിക്കുന്നു. ഞാനും നിയമവിദഗ്ധരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇവരെല്ലാവരും പറയുന്നത് ഇത് ഇങ്ങനെ ഒരു വധശിക്ഷ നടപ്പാകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. 586 പേജുള്ള വിധിന്യായമാണ്. വിധിന്യായത്തിൽ ഈ വൈകാരിക തലം പറയുന്നത് വളരെ കുറച്ച് ഭാഗത്താണ്. ബാക്കി കൃത്യമായി എന്താണ് ഗ്രീഷ്മ ചെയ്ത ക്രൈം എന്നുള്ളത് വിധിന്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ മറ്റൊരു കാര്യം പറയാനുള്ളത്, കേരളത്തിൽ വധശിക്ഷ വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീയാണ് ഗ്രീഷ്മ. 24 വയസ്സ് മാത്രമാണ് ഗ്രീഷ്മയ്ക്ക് പ്രായം. പിന്നീട് വിഴിഞ്ഞം ശാന്തകുമാരി കൊലക്കേസിലെ പ്രതി റഫീഖ ബീവി, അവരാണ് പിന്നീട് അത്തരത്തിലുള്ള ഒരു സ്ത്രീ. അവർക്കും ഈ വധശിക്ഷ വിധിച്ചത് MM ബഷീർ എന്ന് പറയുന്ന ജഡ്ജി തന്നെയാണ്. ഈ കേരളത്തിൽ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്നത് ഗ്രീഷ്മ കൂടിയാകുമ്പോൾ 40 പേരാവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ അപൂർവങ്ങളിൽ അപൂർവം, അത് നമ്മൾ കേസിൻ്റെ ഒരു മെറിറ്റിലേക്ക് വന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് കോടതി എടുത്തു പറയാൻ കാരണമായിട്ട് എനിക്ക് തോന്നിയത്, ഒന്നാമത് ഈ ഗ്രീഷ്മ വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു സംഭവമാണ്. ഒരുപക്ഷെ നമ്മൾ കേരളത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിലുള്ള ഒരു ക്രൈമായിട്ടാണ് ഇതിനെ ജഡ്ജി വിലയിരുത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നോക്കൂ ഷാനോസേ, നമ്മുടെ ഒരു പ്രണയിനി അല്ലെങ്കിൽ ഒരു കാമുകി മറ്റൊരാളെ കല്യാണം കഴിക്കാൻ വേണ്ടി നമ്മളെ ഒഴിവാക്കുന്നു. ശരി, ഒഴിവാക്കുന്നത് നിന്ന് മാറി വേറെ തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനുവേണ്ടി 5 തവണയിലധികം ഗ്രീഷ്മ ഈ ചലഞ്ചുകൾ അല്ലെങ്കിൽ ഈ എന്താ പറയുക ആസൂത്രണം നടത്തുന്നു. കൊല്ലാനുള്ള ആസൂത്രണം, ഷാരൂണിനെ കൊല്ലാനുള്ള ആസൂത്രണം നടത്തുന്നു.
എനിക്ക് തോന്നുന്നു, എനിക്ക് കേട്ടുകേൾവിയില്ലാത്തൊരു സാധനമാണ് കേട്ടോ ഈ ജ്യൂസ് ചലഞ്ചൊക്കെ. ജ്യൂസ് ചലഞ്ച് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ജ്യൂസ് കുടിക്കൂ, ഞാൻ ഈ ജ്യൂസ് കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇപ്പോൾ ഷാരോണിൻ്റെയും ഗ്രീഷ്മയുടെയും ഒരുപാട് വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിലെല്ലാം ഈ ഗ്രീഷ്മയുടെ കയ്യിൽ എപ്പോഴും 2 ജ്യൂസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ ഈ കഷായവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന കഷായമാണ്. അതായത് പോലീസിൻ്റെ FIR-ലൊക്കെ പറയുന്ന, അല്ലെങ്കിൽ കേസ് ഡയറിയിലൊക്കെ പറയുന്ന കാര്യമാണ്, ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന കഷായമാണ്, ഇതൊന്ന് കുടിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് ഷാരോണിനെ കൊണ്ട് കുടിപ്പിക്കുന്നു. ഷാരോൺ അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഗ്രീഷ്മയോടുള്ള അതിയായ വിശ്വാസം കാരണം അത് കുടിക്കുന്നു. പിന്നെ ഈ ഗ്രീഷ്മ പുതിയൊരു ബന്ധം വന്നപ്പോൾ ഷാരോണിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു നമുക്ക് ഈ ബന്ധം നിർത്താമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഷാരോൺ നിർത്താത്തത് കൊണ്ടാണ് ഗ്രീഷ്മ ഈ രീതിയിലേക്ക് നീങ്ങിയത് എന്നാണ് ഒക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഗ്രീഷ്മയുടെ കൂസലില്ലായ്മയാണ് ഷാനോസെ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഷാരോണിനെ അത്രയൊന്നും ഗ്രീഷ്മ പ്രണയിച്ചിരുന്നില്ല എന്ന് പോലും നമുക്ക് ഈ ഗ്രീഷ്മയുടെ ഒരു മൊഴിയെടുപ്പിൻ്റെ തെളിവെടുപ്പിൻ്റെയൊക്കെ സമയത്തുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നു. അതായത് ഇവിടെ വെച്ചാണ് ഞങ്ങൾ ജ്യൂസ് ചലഞ്ച് നടത്തിയത് എന്നൊക്കെ പറഞ്ഞ് ഗ്രീഷ്മ ഇങ്ങനെ ഈ പോലീസിൻ്റെ കൂടെ നടന്ന് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഗ്രീഷ്മയെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒപ്പം മറ്റൊരു കാര്യം, ഈ ജയിലിൽ നിന്നുള്ള ചില ഗ്രീഷ്മയ്ക്കൊപ്പം കിടന്ന ജയിലിലെ ചില പ്രതികളുടെയൊക്കെ പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവരൊക്കെ പറയുന്ന ഗ്രീഷ്മയ്ക്ക് ഒരു കൂസലുമില്ല, ഒരു രീതിയിലും ഗ്രീഷ്മ പശ്ചാത്തപിക്കുന്നത് അവരെങ്ങും കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഒരു മാനസികാരോഗ്യത്തിൻ്റെ പ്രശ്നമാകാം. എന്തായാലും തന്നെയും ഇത് ഒരു വല്ലാത്ത രീതിയിൽ, അതായത് ഒരു ക്രൈം നടത്തുന്ന നമുക്ക് തന്നെ ഇപ്പോൾ ഷാരോണിൻ്റെ കാര്യം നമ്മൾ ഈ വിധിന്യായവും അല്ലെങ്കിൽ ഈ സംഭവ വികാസങ്ങൾ മൊത്തം കേൾക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്ന ഒരു മരണമാണ് ആ ചെറുപ്പക്കാരന് ഉണ്ടായത് എന്നുള്ളത്. 11 ദിവസം, അതായത് ആന്തരിക അവയവങ്ങളെല്ലാം ഉരുകിത്തീർന്ന് ഒരു മനുഷ്യൻ ജലപാനമില്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യം. ഈ ഗ്രീഷ്മ കൃത്യമായി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തിയ കീടനാശിനി, ആ കീടനാശിനിക്ക് സമാനമായ മറ്റൊരു കീടനാശിനിയാണ് ഗ്രീഷ്മ കൊടുക്കുന്നത്. അപ്പോൾ തൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെ ഗ്രീഷ്മ അതിനുവേണ്ടി ഉപയോഗിച്ചു, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വൈദഗ്ധ്യത്തെ ഗ്രീഷ്മ അതിനുവേണ്ടി ഉപയോഗിച്ചു എന്നുള്ള എല്ലാം വിധിന്യായത്തിൽ വരുന്നുണ്ട്. പിന്നെ ഈ പശ്ചാത്തപിക്കാത്ത രീതി, അതെല്ലാം ഒരുപക്ഷെ കോടതിയെ സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്, അതായത് ആ വാദത്തോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ടാണ് ഞാനൊരു ജഡ്ജിയൊന്നുമല്ല, പക്ഷേ ഒരു സാമാന്യ ജനം എന്നുള്ള നിലയിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കും. നമ്മൾ ഇത് കേട്ട് കേൾവിയുണ്ടോ ഷാനോസ്? ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ആദ്യമായിട്ട് ഒരുപക്ഷെ നമ്മൾ ഞെട്ടലോടുകൂടി ഒരു ഇലന്തൂർ നരബലി പോലെയൊക്കെ നമ്മൾ ഞെട്ടലോടുകൂടി കേട്ട ഒരുപാട് നാൾ ഈ ഗ്രീഷ്മ ആവരുതേ, ഈ മരണത്തിന് പിന്നിൽ ഗ്രീഷ്മ ആകരുതേ എന്ന് ആഗ്രഹിച്ച് പോയ ആൾക്കാർ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ, അതായത് ആ കുട്ടി ആകില്ല, ആ കുട്ടി അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ വരെ. പക്ഷേ അത്ര ക്രൂരമായ കൊലപാതകമാണ് ഈ ഗ്രീഷ്മയാണ് എന്ന് തെളിഞ്ഞതോടുകൂടി വന്നു എന്ന് പറഞ്ഞു. പിന്നെ വൈകാരിക പരിസരത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ അത് വിധിന്യായത്തിൽ വരാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാൽ പോലും ജഡ്ജി മനുഷ്യനാണ്, വൈകാരിക തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോകും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഈ ഒരു പോലീസ് കൃത്യമായി, നമ്മൾ പോലീസിനെ അഭിനന്ദിക്കണം, അതായത് കൃത്യമായി പഴുതടച്ചുള്ള അന്വേഷണമാണ് ഈ കാര്യത്തിൽ നടന്നത്. ആ അന്വേഷണത്തിൻ്റെ, അതായത് എല്ലാ രേഖകളും, ശാസ്ത്രീയ തെളിവുകൾ, അതായത് ഈ ഒരു കീടനാശിനി ഉണ്ടാക്കിയ ഗുജറാത്തിലെ ഫാക്ടറിയിൽ വരെ കേരള പോലീസ് പോയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത്രയും കൃത്യമായ ശാസ്ത്രീയമായ അന്വേഷണം നടത്തി തെളിവ് ശേഖരിച്ചാണ് ജഡ്ജിയുടെ മുന്നിൽ ഈ കേസ് ഡയറി എത്തുന്നത്. അപ്പോൾ അത് വായിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം വൈകാരിക തലത്തിലേക്ക് മാറിക്കാണും, അല്ലെങ്കിൽ ഗ്രീഷ്മ ചെയ്ത ക്രൂരതയെ ആ രീതിയിൽ തന്നെ അദ്ദേഹം വിലയിരുത്തി കാണും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായി. ഇത് മേൽക്കോടതിയിൽ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഗ്രീഷ്മ ചെയ്തത് അതിക്രൂരമായ കാര്യമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ വധശിക്ഷ നൽകണമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിരുദ്ധ അഭിപ്രായമുണ്ട്. വ്യക്തിപരമായി വധശിക്ഷ തന്നെ നിർത്തലാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് തന്നെ MM ബഷീർ എന്ന് പറയുന്ന ജഡ്ജി പരിഗണിക്കുന്നിടത്താണ് ഈ വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഷാനോസ്. അൻഷാദ് പറഞ്ഞൊരു പോയിന്റിനോട് എനിക്ക് വിയോജിപ്പുള്ളത്, ജഡ്ജി മനുഷ്യനാണ്, വൈകാരിക തലങ്ങൾ സ്പർശിച്ചിരിക്കാൻ ഞാൻ പറഞ്ഞത് ആ രീതിയിലുള്ള
അത്രയും ആഴത്തിലുള്ള കേസ് ഡയറിയാണ് ജഡ്ജിയുടെ മുന്നിൽ എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ഓരോന്ന് വായിക്കുമ്പോഴും മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് ഗ്രീഷ്മ ക്രൈം ചെയ്തിട്ടുണ്ടെന്നുള്ളത് വളരെ കൃത്യമായി തെളിയിക്കപ്പെട്ട സംഗതിയാണ്. വലിയ ക്രൈമാണ്. ഒരു പോയിന്റ് കൊണ്ട് 48 സാഹചര്യ തെളിവുകളുണ്ട് ഗ്രീഷ്മയ്ക്കെതിരായിട്ട്. അതായത് ഗ്രീഷ്മ ക്രൈം ചെയ്തു എന്നുള്ളത് പകല് പോലെ വ്യക്തമാണത്. കോടതി അത് തെളിഞ്ഞു, കുറ്റക്കാരി എന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചു. പക്ഷേ ഞാൻ ഉന്നയിച്ച പ്രശ്നം, ഇതിനകത്ത് എങ്ങനെയാണ് ഈ വൈകാരിക പരിസരത്തെ കൂട്ടുപിടിക്കുന്നത്? ജഡ്ജി മനുഷ്യനാണെന്ന് പറയുമ്പോഴും ജഡ്ജി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അവിടെ മനുഷ്യൻ എന്ന് പറയുന്നതല്ല പ്രധാനം, അവിടെ ജഡ്ജി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ ജഡ്ജി മനുഷ്യനാകണം അല്ലെങ്കിൽ ആ തരത്തിലേക്ക് വിധിന്യായം കൊണ്ടുവരണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു ഷാനവാസെ. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ ഒരുപക്ഷെ സ്വാധീനിച്ചിട്ടില്ല. ഞാൻ എന്റെ പോയിന്റ് അതാണ്. പ്രോസിക്യൂഷൻ പറയുന്നത് മാത്രം പരിഗണിച്ച് വിധിന്യായം പുറപ്പെടുവിക്കാനാണെങ്കിൽ സ്റ്റേറ്റ് പറയുന്നത് മാത്രമേ നടക്കത്തുള്ളൂ. അവിടെ നീതിരാഹിത്യം ഉണ്ടാവും. അതാണ് എൻ്റെ ഒരു പോയിന്റ്. അതാണ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടാണ് പ്രോസിക്യൂഷൻ വരുന്നത്. പ്രോസിക്യൂഷൻ കൊടുക്കുന്ന ചാർജ് ഷീറ്റും അനുബന്ധ രേഖകളും വെച്ച് ഒരു കോടതി വിധിന്യായം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചാൽ ഇവിടെ സാധാരണ നീതി നിഷേധിക്കപ്പെടും. അതാണ് പ്രശ്നം. പ്രോസിക്യൂഷന്റെ വാദം മാത്രമാണോ കേട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അല്ല, ഞാൻ പറയാൻ കാര്യം, അന്വേഷണ ഉദ്യോഗസ്ഥർ ചാനലുകൾക്ക്, മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റുകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ കോടതിയുടെ സമാനമായ കോടതി അതായത് പ്രണയത്തിന്റെ രക്തസാക്ഷിയാണ്, അങ്ങനെ തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. പ്രണയത്തിന്റെ രക്തസാക്ഷിയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരാൾ ചാനൽ മൈക്രോട് പറയുമ്പോൾ 2 ദിവസത്തിന് ശേഷം ആ കോടതിയിൽ നിന്ന് വരുന്ന വിധിന്യായത്തിന്റെ ഭാഗമായി ഇരയായ ഷാരോൺ മരണക്കിടക്കയിലും പ്രതി ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു എന്ന തരത്തിലേക്ക് പരാമർശങ്ങൾ വരിക എന്ന് പറയുന്നത് ജഡ്ജി വെറുമൊരു മനുഷ്യനായി മാത്രം പരിഗണിക്കപ്പെടേണ്ട ഒന്നല്ല. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് ഈ അഡീഷണൽ സെഷൻസ് കോടതി എന്നൊക്കെ പറയുന്നത്. അവിടെ ഇങ്ങനെയല്ല വരേണ്ടതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മേൽക്കോടതികളുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം അങ്ങനെ നമ്മൾ പ്രോസിക്യൂഷൻ പറയുന്നതിനനുസരിച്ച്, കേസ് ഡയറി അനുസരിച്ച് മാത്രമാണ് കേസ് മുൻപോട്ട് പോകുന്നതെങ്കിൽ കേസ് നടത്താൻ പോലും ആവതില്ലാത്ത മനുഷ്യന്മാരെ സംബന്ധിച്ച് അവർക്ക് നീതി അകലെ പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇത് വെറും ഒരു ഷാരോൺ കേസിൻ്റെയോ അല്ലെങ്കിൽ ഒരാൾക്ക് വധശിക്ഷ വിധിച്ചതിൻ്റെയോ മാത്രം പ്രശ്നമല്ല. ഇത് സ്വാധീനിക്കപ്പെടുന്നൊരു കാര്യമാണ്. ഞാനത് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഒരു ഡിഗ്രി വിദ്യാഭ്യാസ കാലത്ത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിൽ അധ്യാപകർ നിരന്തരം പറയുന്നതെന്നായിരുന്നു ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഞാൻ പഠിക്കുന്ന കാലത്ത് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത് ഒരു ടെർമിനോളജി മാത്രമായിരിക്കുന്ന കാലത്ത് നിന്ന് 2025 വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഹൈക്കോടതി തന്നെ നോക്കും, എത്രയോ പാസീവ് കമൻസുകൾ വരുന്നതും അത് വലിയ വാർത്തയാവുന്നതും. പക്ഷേ അത് വിധിന്യായത്തിൽ വരില്ല. പക്ഷേ അത് ആർക്കെതിരെയാണോ? പലപ്പോഴും സർക്കാരിനെതിരെ ആയിരിക്കുമല്ലോ. ഇത് വരുന്ന വലിയ ഡാമേജാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു ആക്ടിവിസം മോഡിലേക്കല്ല കോടതി പ്രവർത്തിക്കേണ്ടത്. കോടതി അതിൻ്റെ നിയമസംഹിതയ്ക്ക് അനുസൃതമായി തെളിവുകളുടെയും സാക്ഷി മൊഴികളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രം വർക്ക് ചെയ്യേണ്ട സിസ്റ്റമാണ്. അവിടെ മനുഷ്യൻ എന്നുള്ള പരിഗണനയ്ക്ക് ഒരു കാര്യവുമില്ല. പ്രതിഭാഗത്തിന് യാതൊരുവിധ തെളിവുകളും, അതായത് ഗ്രീഷ്മ ഈ കൊലപാതകം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിനോ അല്ലെങ്കിൽ ഗ്രീഷ്മ എന്തുകൊണ്ട് ഈ കൊലപാതകത്തിലേക്ക് എത്തി എന്നുള്ളതിനോ ഒരു കൃത്യമായ തെളിവോ വാദഗതിയോ മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അതെല്ലാം ജഡ്ജി അതെല്ലാം പരിഗണിച്ചിട്ടുണ്ട്. ജഡ്ജിയുടെ മുമ്പിൽ തെളിവുകളുണ്ട്. ഇപ്പം 48 സാഹചര്യ തെളിവുകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ജഡ്ജിക്ക് ഈ ക്രൈം നടന്നു എന്ന് ഉറപ്പിക്കാനും അത് ഇവർ തന്നെയാണെന്നും, പക്ഷേ അത് എങ്ങനെയാണ് വധശിക്ഷയിലേക്ക് പോകുന്നുള്ളതിനകത്താണ് എൻ്റെ തർക്കം നിലനിൽക്കുന്നത്. കാരണം അതെങ്ങനെയാണ് സാധ്യമാവുക? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പം ഒരുപാട് ഈ കേസുകൾ നമുക്ക് മുൻപോട്ട് വെക്കാൻ പറ്റും. കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സുപ്രീം കോടതി നിർദ്ദേശങ്ങളൊക്കെ നമുക്കെടുത്ത് മുൻപോട്ട് വെച്ച് ചർച്ച ചെയ്യാമായിരുന്നു. കാരണം ഒരു കാരണവശാലും ഒരു തരത്തിലും വധശിക്ഷ വിധിക്കേണ്ട ഒന്നായിട്ട് ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ ക്രൈമിൻ്റെ ഈ ഒഫൻസീവായ കാര്യങ്ങളുടെ ഒരു ടൈം ലൈൻ പരിശോധിച്ചാൽ തന്നെ 2021 ഒരു പ്രണയത്തിലാവുന്നു. 2022 ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ ഭൂമുഖത്ത് തുടച്ചു നീക്കപ്പെടുകയാണ്. അതും അതിക്രൂരമായ വഴികളിൽ കൂടെ. ആ ക്രൈമിനകത്തൊന്നും ഒരു തർക്കവുമില്ല. ആ ക്രൈം നടന്നു, അത് തെറ്റായ കാര്യമാണ്, അവർക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കേണ്ടതാണ്. ഇപ്പൊ നോക്കൂ, ആർജിക്കർ പ്രധാനപ്പെട്ട വിധി പ്രസ്താവന വന്നേക്കുന്നത്. അപൂർവമായ കേസെന്ന് പറയാനാകില്ല എന്ന് കോടതി പറഞ്ഞു. പക്ഷേ അത് ബ്രൂട്ടലായ ഇതിന്റെ അകത്തുള്ള ഒരു പ്രശ്നം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോടും
ഈ തെളിവെടുക്കാൻ പോയ പോലീസുകാരോടും ഗ്രീഷ്മ സംസാരിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതിൽ ഗ്രീഷ്മ പറയുന്നു, കൂടിപ്പോയാൽ ജീവപര്യന്തം, 38 വയസ്സിന് ശേഷം ഞാൻ ജീവിച്ചോളാം, അതൊരു പൊട്ടൻ എന്നൊക്കെയാണ് ഷാരോണിനെ കുറിച്ച് ഗ്രീഷ്മ പറഞ്ഞു വയ്ക്കുന്ന കുറേ വാചകങ്ങൾ. ഒരു പ്രണയിനിക്കും എനിക്ക് തോന്നുന്നില്ല ആ കുട്ടി അല്പമെങ്കിലും ആ ഷാരോൺ എന്ന് പറയുന്ന യുവാവിനെ പ്രണയിച്ചിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പക്ഷേ ഇതിൽ എന്തോ ആ ഗ്രീഷ്മയുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയതിന് ഒരു പക്ഷേ കുടുംബമൊക്കെ ഒക്കെ സ്വാധീനമുണ്ടാകാം. എന്തായാലും ഷാനോസ്, ഈ അമ്മയൊക്കെ വളരെ ക്രൂരമായി, മലപ്പുറത്തൊരു കൊലപാതകം കണ്ടില്ലേ, അമ്മയെ വളരെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു യുവാവ്, 1.5 വയസ്സിൽ പിതാവ് അമ്മയെ ഉപേക്ഷിച്ച് പോയതിന് ശേഷം അവനെ വളർത്തിയ ഉമ്മയെ അവൻ വെട്ടിക്കൊലപ്പെടുത്തിയത് ഏകദേശം 28 വെട്ടുകൾ. അതിൽ മരണം ഉറപ്പാക്കിയ ശേഷമാണ് കത്തി കഴുകാനായിട്ട് ആ യുവാവ് പോയത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ നടക്കുകയാണ്. അപ്പോൾ ഗ്രീഷ്മയൊന്നും ഒന്നുമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. എനിക്ക് ഇതിനകത്ത് വേറെ കാര്യങ്ങളെ കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഒരു ക്രൈമിൽ കോടതി വിധി പറയുക എന്നുള്ളത് ഒരാളെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, അയാൾ കൂടെ എന്തു പരിവർത്തനം സാധ്യമാക്കി ഈ സമൂഹത്തിന് ഉൾക്കൊള്ളാനാവുന്ന ഒരു വ്യക്തിയായിട്ട് മാറ്റിത്തീർക്കാം എന്നുള്ളത് കൂടിയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കറക്ഷണൽ ഹോം എന്നൊരു പേര് കൂടിയുണ്ട് ജയിലിന്. അതായത് ഒരു മനുഷ്യനെ നേർവഴിയിലേക്ക് എത്തിക്കുക എന്നൊരു സംവിധാനം, ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണത്. അപ്പോൾ അത്തരം ഒരു ഇതിലേക്കാണോ ഗ്രീഷ്മയെ കടത്തി വിട്ടത് എന്നൊരു സംശയമുണ്ട്. കാരണം ഗ്രീഷ്മയുടെ ഈ പറയുന്ന വാചകങ്ങളൊക്കെ ചേർത്ത് വെക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായി തോന്നുന്നില്ല, ഇതെൻ്റെ സ്വന്തം കമൻറ്റാണ്. കാരണം ഗ്രീഷ്മയ്ക്ക് മാനസികാരോഗ്യ പ്രശ്നമുണ്ടോ എന്നുള്ളത് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിക്രൂരമായ ഒരു കൃത്യം നിർവഹിച്ചതിന് ശേഷം ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇല്ല, പക്ഷേ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ പറയാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. കാരണം 38 വയസ്സിലോ 34 വയസ്സിലോ ഇറങ്ങി വരാം എന്നൊക്കെ പ്രതീക്ഷിക്കാൻ തെറ്റൊന്നുമില്ല. ക്രൈം ചെയ്തു, അവർക്ക് സ്വാഭാവിക ശിക്ഷ ലഭിച്ച് ഇറങ്ങി വരാൻ ഒരു പ്രതീക്ഷിക്കാൻ തെറ്റില്ല. പക്ഷേ 24-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഇത്രയും ക്രൂരമായി നമ്മൾ പെൺകുട്ടി ചിന്തിക്കുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മലപ്പുറത്തെ കൊലപാതകം നമ്മൾ ഒരു തവണ ആ വാർത്ത വായിച്ചാൽ പിന്നെ ആ വാർത്ത വായിക്കില്ല, അത്രമാത്രം സങ്കടം വരുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമാണ്. അതുപോലെ ഒന്നാണ് ഈ ഗ്രീഷ്മയുടെ കാര്യത്തിൽ ഈ ഷാരോണിന്റെ വാർത്തകൾ ഒന്ന് പിന്നിലേക്ക് പോയി ഷാനോസ് ഒന്ന് ആലോചിച്ച് വയ്ക്കാൻ മതിയാകും. അതായത് ഈ ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഇതിൽ വന്ന ഒരു വാർത്തയും തെറ്റല്ല, പിന്നീട് ഒന്നും തെറ്റല്ല എന്ന് അല്ലെങ്കിൽ ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യവും കൃത്യമായി. കാരണം പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ വിവരം മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു, മാധ്യമങ്ങൾ അത് കൃത്യമായി ഫോളോ ചെയ്തിരുന്നു. ആ രീതിയിൽ തന്നെ പലപ്പോഴും ഈ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കേസ് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളെയൊക്കെ തടഞ്ഞത് മാധ്യമങ്ങളുടെ ഇടപെടലാണ്. അങ്ങനെ സ്തുത്യർഹമായ പങ്ക് മാധ്യമങ്ങളും ഈ കേസിൽ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നോക്കൂ ഷാനോസ്, അത്രമാത്രം ക്രൂരമായ കൊലപാതകമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം എന്നോടൊരു അഭിഭാഷകൻ പങ്കുവച്ചത് ഒരു റിഫോം തിയറി നടപ്പാക്കുന്നതിൽ കോടതി പരാജയപ്പെട്ടൊരു സംശയമുണ്ട്. അതായത് അവരുദ്ദേശിക്കുന്ന കാര്യം ഈ വിധി കൊണ്ട് എങ്ങനെയാണ് ഈ പറയുന്ന റിഫോം തിയറിയെ എങ്ങനെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത് എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ എനിക്ക് അതിനകത്തൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. കാരണം അവർ പറയുന്നത് ഒരു പ്രതിയെ, ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാളെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള സാധ്യത ഈ വധശിക്ഷയിൽ കൂടി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. കാരണം അവരെ ഇപ്പം അഭിഭാഷകർ പറഞ്ഞത് ജീവിതകാലം മുഴുവൻ ജയിലിടുക എന്ന് പറയുന്നൊരു വലിയ ശിക്ഷയായിരുന്നു. എന്തുകൊണ്ട് അവിടേക്ക് പോയില്ല? ഇത് അവർക്കൊരു അതുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്തരം ഒരു, അതായത് ഇവരുടെ ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നോക്കൂ, ഈ പുരുഷന്മാർ പ്രതികളായ കേസിൽ എന്തേ ഇങ്ങനെ സംഭവിക്കുന്നില്ല? സ്ത്രീ ആയപ്പം, അതായത് ഞാൻ പൊതുവേ കണ്ടൊരു കാര്യം, പല നിയമങ്ങളും സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നു. അതുകൊണ്ട് സ്ത്രീകൾ മഹാകുഴപ്പക്കാരാണ്, അതുകൊണ്ട് സ്ത്രീകളെ കുറച്ച് അടക്കി നിർത്തണം എന്ന് പറയുന്ന ഒരു പൊതുബോധം നമ്മുടെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അത് ചില ആളുകൾ, അത് വളരെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ നിയമത്തെ ദുരുപയോഗം ചെയ്തു എന്നുള്ളത് കൊണ്ട് എല്ലാ സ്ത്രീകളെയും അളക്കുന്നതിനകത്ത് പറ്റില്ല. ഏതെങ്കിലും സ്ത്രീ അവകാശ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നുള്ളത് കൊണ്ട് ലോകത്തുള്ള സർവ്വമാന സ്ത്രീകളും സ്ത്രീ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് വിലസുന്ന ആളുകളാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അത്തരം ചില പൊതുബോധങ്ങൾ നമുക്കിടയിൽ ഉണ്ട്, അത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇത്തരം ചില വിധികൾ അതിനൊരു തിരിച്ചടി ആയിക്കൊള്ളട്ടെ. അത്തരം ചില സാമൂഹ്യ വിവക്ഷകളോട് നിപ്പുണ്ട്. അതുകൊണ്ട് അതിനോട് തിരിച്ചടി ആയിക്കൊള്ളട്ടെ എന്ന് കണ്ട് ഒരു വിധി വരുന്നതിനെ കുറിച്ചും എന്തായാലും ഈ 1.5 വയസ്സ് മുതൽ ഒറ്റയ്ക്ക് വളർത്തിയ അമ്മയെ വെട്ടിക്കൊല്ലുന്ന മകനെ കാണുന്ന ഈ കാലത്ത്
മകൻ മാധ്യമങ്ങൾക്ക് നേരെ ചുംബനമെറിയുന്ന ഈ കാലത്ത് ഗ്രീഷ്മ വെറും 3 വർഷത്തെ പരിചയമുള്ള ഷാരോണിനെ കൊല്ലുന്നു എന്നുള്ളത് വലിയ അത്ഭുതകരമായ കാര്യമല്ലാതെ ഇരിക്കുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എന്നാലും ഈ വധശിക്ഷയിലേക്ക് ഗ്രീഷ്മയുടെ കാര്യം എത്തിയതിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്.